ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഉപ്പുമാവ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പല സൈസിലുള്ള ഉപ്പുമാവുകൾ റവ കൊണ്ടുണ്ടാക്കും, സേമിയ കൊണ്ടുണ്ടാക്കും, പിന്നെ എന്തുകൊണ്ടൊക്കെ അവില് കൊണ്ടുണ്ടാക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊന്നും വിചാരിക്കാത്ത വേറൊരു ഉപ്പുമാവ്, നിങ്ങളിതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഉപ്പുമാവായിരിക്കും കേട്ടോ. അതെന്താണെന്നോ, നമ്മൾ പച്ചരി ഇല്ലേ, റേഷൻ കടയിലെ പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മാവ് ഉണ്ടാക്കാൻ പോണത്. അതിന് നമ്മൾ സാധാരണ ഞാനൊരു പകുതി വലിയ സവാള ആയതുകൊണ്ട് പകുതി സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും മതി. ക്യാരറ്റ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാം. കമോൺ. അതിലേക്ക് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചത്. നമുക്കിത് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചരി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കേട്ടോ. ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് വ്യത്യാസമായിട്ടാണ്. അപ്പോൾ നമ്മൾ അളവ് പറഞ്ഞിട്ട് ഒരിക്കലും ശരിയാവില്ല. ഞാൻ അളവ് കൊണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തു. അളവ് നോക്കിയിട്ട് ഓരോരുത്തരും ചെയ്യേണ്ടത് നോക്കിയിട്ട് ചെയ്തിട്ട് എനിക്കൊന്നും ശരിയായില്ല. ചിലവലത് റെഡിയാവും, ചിലവലത് റെഡിയാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. അപ്പോൾ കടുകിട്ടു, ഉഴുന്ന് പരിപ്പിട്ടു, 2 വറ്റൽമുളക് ഇട്ടു. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ആലോചിക്കാനില്ല കേട്ടോ. അതെ, ക്യാരറ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നു കേട്ടോ. ബ്രൗൺ കളറിലാവണ്ട. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി ഇതാ 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 1 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം അളന്നെടുക്കണം. കാരണം നമ്മൾ ബിരിയാണി വയ്ക്കുകയാണെങ്കിലും അങ്ങനെയല്ല. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതെ, ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അളന്നെടുത്തതാണ് കേട്ടോ. അതെ, അളന്നെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്, പിന്നെ അത് കഴിയുമ്പോൾ ആ വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മളിത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലേക്ക് ആക്കണം. ലോ ഫ്ലെയിമിൽ 1 വിസിൽ, 2 വിസിൽ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങ എടുത്തെടുത്ത് അപ്പോൾ ഞാനിത് തുറക്കാൻ പോവാം കേട്ടോ. 2 വിസിൽ, ഒരു ഹൈ ഫ്ലെയിമിലും ഒന്ന് ലോ ഫ്ലെയിമിലും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവിയൊന്ന് പോയി കഴിയുമ്പോൾ ശരിയാവും, നല്ല ഇതാവും. അതുവരെ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുമായി തോന്നും, പക്ഷേ ആവി പോയി കഴിയുമ്പോൾ കറക്റ്റാവും കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തിരുമ്പി വേണേൽ ഒഴിക്കുക. ഞാനിതൊന്നും ഒഴിക്കില്ല, ആദ്യം തന്നെ നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ്, നല്ല പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് ആവിയൊന്ന് പോയി ഒന്ന് ചൂടാറണം, അപ്പോഴേ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ നമ്മളത് സാധാരണ ഉപ്പുമാവിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ക്യാരറ്റ്, ബീൻസ്, എന്തൊക്കെയാണ് നമുക്ക് പച്ചക്കറി വേണ്ടത് വെച്ചാൽ എല്ലാം ഉപയോഗിക്കാം. പുലാവ് എന്നും പറയാൻ വേണമെങ്കിൽ അതേമാതിരിയാണ് ഇത്. അപ്പോൾ അങ്ങനെ എല്ലാം നന്നായി കടുക്, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക്, മുളക്, വറ്റൽമുളക് ഒക്കെ ഇട്ടിട്ട് ഉഴുന്ന് പരിപ്പ് എല്ലാം ഇട്ടിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഈ കൂട്ടുകാരിലേക്ക് ഇടാം.
അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പിന്നെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത്. ഒരു ഗ്ലാസ് പച്ചരിക്ക് ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ചെയ്യില്ല അതേമാതിരി. എന്നിട്ട് അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ആ വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അതിലും ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഉപ്പുമാവ് റെഡി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതിലേക്ക് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചത്. നമുക്കിത് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചരി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കേട്ടോ. ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് വ്യത്യാസമായിട്ടാണ്. അപ്പോൾ നമ്മൾ അളവ് പറഞ്ഞിട്ട് ഒരിക്കലും ശരിയാവില്ല. ഞാൻ അളവ് കൊണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. അളവ് നോക്കിയിട്ട് ഓരോരുത്തരും ചെയ്യേണ്ടത് നോക്കിയിട്ട് ചെയ്തിട്ട് എനിക്കൊന്നും ശരിയായില്ല. ചിലവലത് റെഡിയാവും, ചിലവലത് റെഡിയാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. അപ്പോൾ കടുകിട്ടു, ഉഴുന്ന് പരിപ്പ് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ആലോചിക്കാനില്ല കേട്ടോ. അതായത് ക്യാരറ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടു. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നു കേട്ടോ. ബ്രൗൺ കളറിലാവണ്ട. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി ഇതാ 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 1 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം അളന്നെടുക്കണം. കാരണം നമ്മൾ ബിരിയാണി വയ്ക്കുകയാണെങ്കിലും അങ്ങനെയല്ല. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതേ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അളന്നെടുത്തതാണ് കേട്ടോ. അതെ, അളന്നെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ അത് കഴിയുമ്പോൾ ആ വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മളിത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലേക്ക് ആക്കണം. ലോ ഫ്ലെയിമിൽ 1 വിസിൽ, 2 വിസിൽ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങ എടുത്തെടുത്ത്